കോഴിക്കോട് ജില്ലയിലെ തൂണേരി ബ്ലോക്കിൽ വാണിമൽ ഗ്രാമപഞ്ചായത്തിൽപ്പെടുന്ന 3 വില്ലേജുകളിലൊന്നാണ് വിലങ്ങാട്. കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആദിവാസികൾ താമസിക്കുന്ന ഊരുകൾ വിലങ്ങാടാണുള്ളത്. അടുപ്പിൽ കോളനി, കെട്ടിൽ കോളനി, വായാട് കോളനി, കമ്പളിപ്പാറ, വാളാംതോട്, മാടാച്ചേരി, പന്നിയേരി, കുറ്റല്ലൂർ എന്നിവയാണ് പ്രധാന കോളനികൾ. വികസനത്തിന്റെ മഴനിഴൽ പ്രദേശം എന്ന് വിശേഷിപ്പിക്കാവുന്നിടം. വിലങ്ങാട്ടിൽ എടുത്തു പറയാൻ ആശുപത്രി പോലുമില്ല. കൃഷിയെ ആശ്രയിച്ചായിരുന്നു ഒരു വലിയ ജനസമൂഹം. മഴ സംഹാരതാണ്ഡവമാടിയ മുണ്ടക്കൈ പോലെ ഈ ഭാഗത്തുണ്ടായ 10ഓളം ഉരുൾപൊട്ടലിൽ കോടിക്കണക്കിന് രൂപയുടെ നാശം വിതച്ചു. കുളത്തിങ്കൽ മത്തായി എന്ന കുമ്പളച്ചോല LP സ്കൂൾ റിട്ടയർഡ് അധ്യാപകൻ മരണത്തിനു മുന്നിൽ കീഴടങ്ങി. മലവെള്ളപ്പാച്ചിലിൽ ഉരുട്ടിപ്പാലം, വിലങ്ങാട് ടൗൺ പാലം, മഞ്ഞച്ചേലിയിലെ 2 പാലം, മലയങ്ങാട് പാലം എന്നിവയ്ക്ക് നാശമുണ്ടായി. പ്രളയത്തിൽ തകർന്ന ഉരുട്ടിപ്പാലം 1 വർഷം മുൻപാണ് പുനർനിർമ്മിച്ചത്. പാലത്തോട് ചേർന്നുള്ള ഭാഗം പൂർണ്ണമായും മലവെള്ളപ്പാച്ചിലിൽ പുഴയെടുത്തതോടെ വിലങ്ങാട് മേഖല ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ആദ്യം ചെറിയ തോതിലാണ് ഉരുൾപൊട്ടി മലവെള്ളം കുത്തിയൊലിച്ചത്. പിന്നീട് കൂറ്റൻ മരങ്ങളും വലിയ പാറക്കല്ലുകളും അടക്കം ഒന്നാകെ കുത്തിയൊലിക്കുകയായിരുന്നു. ചെറിയ ഉരുൾപൊട്ടലുണ്ടായതോടെ നാട്ടുകാർ പരസ്പരം ആശയവിനിമയം നടത്തി പെട്ടെന്ന് വീടുകളിൽ നിന്ന് മാറിയതാണ് വലിയ തോതിൽ ആളപായമില്ലാതെ രക്ഷയായത്. പ്രദേശത്ത് 26 വീടുകൾക്കാണ് നാശമുണ്ടായത്. ഉരുട്ടിപ്പാലത്തിന് സമീപത്തെ പഴയ പാലം, പെട്രോൾ പമ്പ്, വിലങ്ങാട് പട്ടികവർഗ സർവീസ് സഹകരണ സംഘം കെട്ടിടം, സമീപത്തെ വീടുകൾ എന്നിവയ്ക്കെല്ലാം വലിയ കേടുപാടുണ്ട്. പല വീടിന്റെ ഉൾവശവും മുൻവശത്തെ റോഡുമെല്ലാം ചളി നിറഞ്ഞിരിക്കുകയാണ്. മലവെള്ളപ്പാച്ചിലിൽ തകർന്ന വീടുകളിലെ അലമാര, ഗ്യാസ് സിലിണ്ടർ അടക്കമുള്ളവ ഒഴുകിയുരുണ്ട് പുഴയോരത്തെത്തി. ഈ ഭാഗത്ത് വലിയ തോതിൽ മരങ്ങളും ഒഴുകിയെത്തിയിട്ടുണ്ട്. വിലങ്ങാട് മേഖലയിലെ വൈദ്യുതി ബന്ധവും പൂർണ്ണമായും തകരാറിലാണ്. 50ലേറെ ഇലക്ട്രിക് തൂണുകളാണ് കടപുഴകിയത്. പ്രകൃതി ദുരന്ത മേഖലകളിൽ ഭരണകൂടത്തിന്റെ നിർദ്ദേശം കൃത്യമായി പാലിച്ചുകൊണ്ട് ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്കും മറ്റ് സുരക്ഷിത താവളങ്ങളിലേക്കും നീങ്ങാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദുരന്തത്തിൽപ്പെടുന്ന നമ്മുടെ സഹോദരന്മാരെ കൈപിടിച്ചുയർത്തേണ്ട ഉത്തരവാദിത്തം നമുക്ക് തന്നെയാണ്. ഇതിനായി കഴിയാവുന്ന രീതിയിലൊക്കെ നമുക്ക് പ്രയത്നിക്കാം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി പോലെയുള്ള വിശ്വാസ്യതയുള്ള മാർഗങ്ങളിൽ നമുക്കാവുന്ന രീതിയിൽ സഹായിക്കാം. ഈ അവസരത്തിൽ മുതലെടുപ്പും ചൂഷണം നടത്തുന്നവരോടാണ് അവസാന വാക്ക്. നാളെ നമ്മളും ഇതേ അവസ്ഥയിലൂടെ കടന്നുപോയേക്കാം. ഇന്നു ഞാൻ നാളെ നീ എന്ന G. ശങ്കരക്കുറുപ്പിന്റെ വരികൾ ഓർമ്മിച്ചുകൊണ്ട് ചിന്തോസ്കി നിർത്തുന്നു.